ചില കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ ഇങ്ങനെ കോസിയായിട്ട് ഒരു പുതപ്പിനകത്തൊക്കെ ഇങ്ങനെ ചുരുണ്ടുകൂടി അങ്ങനെ കിടക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ചിലപ്പോൾ സ്വാഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ സിമ്പിളായിട്ട് മടപടാന്ന് തുടങ്ങിക്കളയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വലിയ തുണി വെച്ചിട്ട് കുഞ്ഞുങ്ങളെ പൊതിഞ്ഞ് വെക്കുന്നത് കണ്ടിട്ടില്ലേ, അതാണ് ഈ സ്വാഡിലിംഗ് എന്ന് പറയുന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് അതായിരിക്കും നല്ലത്. ചില കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ ഇങ്ങനെ ഞെട്ടും, ആ ഞെട്ടിയായിരിക്കും ചിലപ്പോൾ അവർ ഉണരുന്നത്. ആ ഒരു പ്രശ്നം മാറ്റാനായിട്ട് ഈ സ്വാഡിൽ ചെയ്യുന്നതോട് സഹായിക്കും. നമ്മൾ ഗർഭപാത്രത്തിൽ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളിങ്ങനെ വളരെ കംഫർട്ടബിളായിട്ട് കിടക്കുകയല്ലായിരുന്നോ, ആ ഒരു കിടപ്പ് ഓർമ്മിപ്പിക്കുന്ന വിധമാണ് നമ്മൾ സ്വാഡിൽ ചെയ്യുന്നത്. അത് പിന്നെ ഒരു ശീലമായി മാറി പിന്നെ അത് മാറ്റാൻ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ആദ്യത്തെ കാലത്തൊക്കെ അങ്ങനെ ചെയ്തു കേട്ടോ. നമ്മളിപ്പോൾ എല്ലാ ദിവസവും വലുതായി കഴിയുമ്പോഴും അങ്ങ് സ്വാഡിൽ ചെയ്യുന്നൊന്നും ഇല്ലല്ലോ. ചിലപ്പോൾ ആ ഒരു കംഫർട്ടബിൾ പൊസിഷനിലായിരിക്കും അവർക്ക് ഉറങ്ങാൻ പറ്റുക. അപ്പോൾ എന്താണ് നമ്മുടെ കുഞ്ഞിന് കംഫർട്ടബിൾ എന്ന് നമ്മളിതിങ്ങനെ ട്രയൽ ആൻഡ് എററിലൂടെ പറയാൻ പറ്റുള്ളൂ. എനിക്കൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ അതിന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നോ, ഓരോ കുഞ്ഞും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പലതരം ഓപ്ഷൻസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അതിലൊന്നാണ് ഈ സ്വാഡ്ലിങ്. അതെങ്ങനെയാണെന്ന് പലതരത്തിൽ സ്വാഡിൽ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസൊക്കെ കിട്ടും കേട്ടോ. ഏതൊക്കെ തരത്തിൽ വേണമെങ്കിലും നമുക്ക് സ്വാഡിൽ ചെയ്ത് കുഞ്ഞുങ്ങളെ അങ്ങനെ ഉറക്കാൻ നോക്കാം. ചില കുഞ്ഞുങ്ങൾക്ക് തൊട്ടിലാണ് കംഫർട്ടബിൾ. തൊട്ടിൽ അപ്പോൾ ഈ ഹൈ റിസ്ക് ആണെന്ന് പറയും. ഈ തുണിയൊക്കെ കുഞ്ഞിൻ്റെ മുഖത്ത് വീഴാനും കുറച്ചൊരു വലുതായി കഴിയുമ്പോൾ അതിൽ നിന്ന് ചാടാൻ തോന്നും. എൻ്റെ മോനൊക്കെ വളരെ ചെറുതായിരിക്കുമ്പം 5-6 മാസമുള്ളപ്പോൾ തന്നെ തൊട്ടിയിൽ നിന്നിങ്ങനെ നിരങ്ങി ചാടുമായിരുന്നു. അപ്പോൾ അതൊക്കെ റിസ്ക്കാണ്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് വേണം നമ്മൾ തൊട്ടിൽ വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കണം. അതൊക്കെ ഞാൻ നിങ്ങളുടെ ഒരു ഡിസ്ക്രിപ്ഷന് വിടുകയാണ്. നിങ്ങളത് തീരുമാനിക്കണം എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഈ ഉറങ്ങുമ്പം ഇങ്ങനത്തെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞിന് കംഫർട്ടബിൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.